ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോക്ക് സ്വാഗതം. ഇന്നത്തെ വീട്ടിലെത്തിയെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ നല്ല വെയിലുള്ള സമയമാണല്ലേ. അപ്പോൾ നമ്മൾ ചെടിയൊക്കെ നമ്മൾ നല്ല രീതിയിൽ നോക്കാത്തവരുടെ ചെടിയൊക്കെ ഇപ്പോൾ പോയി വരുന്നൊരു ടൈമാണ്. കാരണം എന്ന് പറഞ്ഞാൽ നല്ല വെയിലാകുമ്പോൾ ഇവനെ തന്നെ ഞാനിപ്പോൾ ഈ ചെടികളെ തന്നെ ഞാനിന്ന് രാവിലെ വെള്ളം വീത്തിയിട്ടാണ് കോളേജിൽ പോകുന്ന സമയത്തൊക്കെ ഇതിനൊക്കെ രാവിലെ വെള്ളം വീത്തിയതിനു ശേഷമാണ് ഞാൻ കോളേജിൽ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ രാവിലെ വെള്ളം വീത്തിയിട്ടും ഏകദേശം ഇങ്ങനെ വാടി നിൽക്കുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഇത്ര വേനൽ സമയമാകും തോറും അപ്പോൾ ഇനി നമ്മൾ 2 പ്രാവശ്യമെങ്കിലും നമ്മൾ വെള്ളം ഡെയിലി കൊടുത്തില്ലെങ്കിൽ പാവം നമ്മുടെ ചെടികളൊക്കെ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ മാക്സിമം 2 നേരമെങ്കിലും ഇതിനൊക്കെ കെയർ കൊടുക്കുമ്പോൾ വെള്ളം കൊടുക്കുക. ഏറ്റവും മെയിനായിട്ട് നമുക്ക് വെള്ളം കൊടുക്കുക, പിന്നെ ബാക്കി നമ്മൾ ചെയ്യുന്ന ഫെർട്ടിലൈസേഴ്സ് കൊടുക്കുക. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഇന്ന് വെള്ളം വീത്തുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളെ ചെടിയൊക്കെ ഞാൻ ഇവിടെ കുറേ ചെടിയുണ്ട് എനിക്ക്. അപ്പോൾ ചെടികളെ പരിചയപ്പെടുത്തി അതുപോലെ ഞാൻ അവയെ നനയ്ക്കുന്ന സമയത്ത് ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ പോകും. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് ഇതൊക്കെ എല്ലാം ചെടിക്ക് വെള്ളം നനയ്ക്കുന്നത്, അതുപോലെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എൻ്റെ ചെടിയൊക്കെ വെള്ളം കൊടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം നമുക്ക് തന്നെ ചെടിയൊക്കെ വെള്ളം കൊടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഓസിൽ വെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെടിക്ക് വെള്ളം ഇതെല്ലാം കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെടിക്ക് വെള്ളം നനയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെള്ളം വീത്തിക്കൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ നമ്മൾ ഫോഴ്സ് വീത്താതെ ഇങ്ങനെ അടുത്ത് വീത്താൻ ശ്രമിക്കുകയുണ്ട്. ഏകദേശം അടിയിൽ കൂടെ കുറച്ച് വെള്ളം പോയി തുടങ്ങുമെന്ന് മനസ്സിലാവുമ്പോൾ അങ്ങ് വെള്ളം നിർത്തുക, പിന്നെ അടുത്തിന് കൊടുക്കുക. ഇതുപോലെ എല്ലാ ചെടികൾക്കും ഇതുപോലെ വെള്ളം ഞാൻ എന്നും കൊടുക്കുന്നതാണ്. അപ്പോൾ വെള്ളം നമ്മൾ കൊടുക്കുക. നമ്മൾ വെള്ളം ആഹാരം കഴിക്കാതിരുന്നാലും നമുക്ക് വലിയ കുഴപ്പമില്ല, പക്ഷേ വെള്ളം ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ വെള്ളം ഈ വേനൽ സമയത്ത് ഉറപ്പായിട്ട് ചെടിയൊക്കെ ആവശ്യമാണ്. നമുക്കാണെങ്കിൽ വിശന്ന് കഴിഞ്ഞാൽ എടുത്ത് പോയി കുടിക്കാനോ ഒക്കെ നമുക്ക് കഴിയും, പക്ഷേ ഈ പാവ ചെടികൾക്ക് അതൊന്നും കഴിയില്ല. അതുകൊണ്ട് നമ്മൾ ചെടികളെ നമ്മൾ എന്ത് ചെയ്യണം, കെയർ ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ചെടിക്ക് എന്നും വെള്ളം വീത്തി കൊടുക്കുക. കേട്ടോ, എൻ്റെ ഓരോ ചെടിയൊക്കെ ഇതുപോലെ എന്നും വെള്ളം വീത്തിയാണ്. അപ്പോൾ എന്നും ചുമ്മാ വെള്ളം വീത്തുന്ന എന്തിന് ഒരു വീഡിയോ എടുത്ത് കളയാന്ന് പറഞ്ഞാണ് ഞാൻ വീഡിയോ എടുത്തത്. എനിക്ക് വലിയതായിട്ട് കാര്യങ്ങളൊന്നും ഇതിനെക്കുറിച്ച് അറിയില്ല, പക്ഷേ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ചിലതൊക്കെ സക്സസ് ആകുമ്പോൾ അതിനെക്കുറിച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഈ ചെടികളൊക്കെ നല്ല രീതിയിൽ പൂത്ത് നിൽക്കുന്നതും കൂടെ കണ്ടുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ ശ്രമിച്ചത് തന്നെ. അല്ല, അതിനൊക്കെ ഞാൻ പണ്ടൊക്കെ ഇതിനൊക്കെ നമ്മൾ വലിയ കെയർ കൊടുക്കില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ ഈ ചെടിക്കൊക്കെ നമ്മളിങ്ങനെ സ്റ്റാൻഡ് അടിച്ച് വെച്ചതിന് ശേഷം നല്ല കെയറും കൊടുത്തു. എന്ന് ഞാൻ ഇതിൽ വെള്ളം വിത്തി കൊടുക്കും. അപ്പോൾ എൻ്റെ റോസ് ഒക്കെ ഏകദേശം കുരുടൊക്കെ പിടിച്ച് നിൽക്കുകയാണ്. എന്നാലും ഇലയെങ്കിലും ഉണ്ട്. പണ്ടാണെങ്കിൽ നട്ട് കഴിഞ്ഞാൽ 2 ദിവസം കഴിയുമ്പോൾ എല്ലാം പോകുന്ന അവസ്ഥയാണ്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ കുറച്ച് ഇലയെങ്കിലും ഉണ്ട് എൻ്റെ റോസയ്ക്ക്. എൻ്റെ റോസയെ കണ്ടാലും കളിയാക്കണ്ട, ഇതൊക്കെ ഇനിയിപ്പോൾ പൂക്കും. നല്ല റോസകൾ തന്നെ, നല്ല ഭംഗിയുള്ള റോസകൾ. പൂവൊക്കെ ഉണ്ട്, ഏകദേശം ഉണ്ടായിരുന്നു ഇതിലൊക്കെ മുട്ട്. പിന്നെ ഏകദേശം ഇപ്പോൾ ഒന്നുമില്ല. കണ്ടോ, ഇതിലൊക്കെ ഇങ്ങനെ വെള്ളം ഏകദേശം ഇത്രയും മതി. കണ്ടോ, ഇത്രയും കുറച്ച് സമയം എടുക്കുന്നു. ഞാൻ രാവിലെ വന്ന് വീത്തും, ഇപ്പോൾ വൈകുന്നേരം എത്തി. എന്നും വൈകുന്നേരം വീത്താറില്ല. പിന്നെ ഇന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ട് പാവ ചെടികൾ രക്ഷപ്പെട്ടു. സമയം കിട്ടാറില്ല പ്രധാനമായിട്ട്. അപ്പോൾ സമയം കിട്ടുമ്പോൾ ഞാൻ ഇതുപോലെ വെള്ളമൊക്കെ ചെടിയൊക്കെ വീത്തി കൊടുക്കും. ഇതെൻ്റെ നമ്മുടെ പേര് കോഴിച്ചെടി അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നത് പേര് അറിയാം. എൻ്റെ കയ്യിൽ ചെടിയുണ്ട്, വെള്ളം വീത്തി കൊടുക്കും. പിന്നെ കുറച്ച് ഓർക്കിഡ് കളക്ഷൻ ഉണ്ട്. കണ്ടോ, ഓർക്കിഡ് കളക്ഷൻ നമ്മൾ ഓർക്കിഡ് കുറച്ച് കൊറിയർ അയക്കുന്നുണ്ടായിരുന്നു. അതുപോലെ ആദൂർ ചെയ്തൊരു കൊറിയർ അയച്ചിട്ടില്ല, ഇനി അയക്കണം. പിന്നെ വേറെ എൻ്റെ കയ്യിലുള്ളൊരു പ്ലാന്റാണ് നമ്മളെ ബട്ടർഫ്ലൈ. ഞാനൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഫോട്ടോ. ഇത് ബട്ടർഫ്ലൈ പ്ലാന്റ് എന്ന് നമ്മൾ അറിയപ്പെടും. ബട്ടർഫ്ലൈ പ്ലാന്റ്. വേറെ വേറൊരു പേരും ഉണ്ട്, അതെനിക്ക് കറക്റ്റ് അറിയില്ല. ഇത് നമ്മുടെ ഏറ്റവും കൂടുതൽ എനിക്ക് വിറ്റ് വരവും ചിലവും ഞാൻ ആവശ്യമായിട്ടുള്ള പൈസ ഒക്കെ തന്ന ചെടിയാണിത്. ഹെല്ലോപ്പസ് എന്ന് പറയും. ഇതൊരു മഞ്ഞപ്പൂ പൂക്കുന്ന ചെടിയാണ്. ഇതിൻ്റെ പൂവുണ്ട് ബേക്കിൽ. ഞാൻ പൂവും കാണിച്ചു തരാം. ബേക്കിൽ വെള്ളം വീത്താൻ പോകുന്ന സമയത്ത് അതിൻ്റെ പൂ കാണിച്ചു. വീട് പാലിച്ച സമയത്ത് അപ്പോഴും ഞാൻ കൊണ്ടുവന്നൊരു ചെടിയാണ്. ഒരു കാട്ടിന് പറിച്ചു കൊണ്ടുവന്നതാണ്. ഇപ്പോൾ അത് ഞാൻ വീട്ടിൽ കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കയ്യിലുള്ളതാണ് വേറെ നമുക്ക് കൂടുതൽ വിറ്റ് പോയതാണ് നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ് എന്ന് പറയുന്നത്. ഇതിന് കുറച്ച് നല്ല ഡിമാൻഡ് ഉള്ളതാണ്. ഇത് പ്യൂർ ചെറിയൊരു പിങ്ക് ഷെയ്ഡ് വരുന്നതാണ്. ഇത് നമ്മൾ പീസ് 100 അങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത്. പല റേറ്റിന് പലയിടത്തും ഉണ്ട്. നമ്മൾ ഈ റേറ്റിനാണ് കൊടുക്കുന്നത്. കണ്ടോ, അതിൻ്റെ തന്നെ കുറേ പലയിടത്തും ഉണ്ട്. അതിന് നല്ല രീതിയിൽ വെള്ളം ആവശ്യമുള്ള ചെടികളാണ് ഇതൊക്കെ. അത് ഗ്രൗണ്ട് ഓർക്കിഡാണ് അത്. പിന്നെ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ട്. നമ്മളിലൊരു 5 കളർ ഉള്ളൂന്ന് എൻ്റെ കയ്യിൽ തോന്നുന്നുണ്ട്. ഇതും ഹെല്ലോപ്പസിൻ്റെ ഒരു പ്ലാന്റാണ്. ഹെല്ലോപ്പസാണ് ഏകദേശം ഒരു 5000 രൂപ എവിടെ കൂടെ പോയാലും 5000 എന്നല്ല, അതൊരു മാസത്തെയാണ്. ഏകദേശം നല്ലൊരു അളവ് നമുക്ക് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാലും ചുമ്മാ വീട്ടിലിരിക്കുന്നതിനേക്കാളും ഈ ചെടിയൊക്കെ വെള്ളം നനയ്ക്കുമ്പോഴും ചെടികളെടുത്ത് വിൽക്കുമ്പോഴും പൈസ കിട്ടിക്കഴിഞ്ഞാൽ ചുമ്മാ ഇരിക്കണം. ഓക്കെ, അടുത്ത് ഇതും നമ്മളെ ഗ്രൗണ്ട് വർക്കിൻ്റെ സംഭവം തന്നെ. വെള്ളം വീണ്ടും പയ്യെ വരണുള്ളൂ, പക്ഷേ വെള്ളം ഒന്ന് കറക്റ്റ് അടുത്ത്. ഓക്കെ, ഇതാണ് നമ്മുടെ അടുത്ത്. ഇത് പേര് ഹാങ്ങിങ് പ്ലാന്റിൻ്റെ ഒരു പ്ലാന്റാണ്. ഇതും എൻ്റെ കയ്യിൽ കുറച്ചുണ്ട്. ഇതിന് ഞാനൊന്ന് വെള്ളം കൂടുതൽ ആവശ്യമില്ലാത്ത പ്ലാന്റാണത്. ഇത് ആന്തൂറിയം. ഇതൊക്കെ ഒന്നും വെള്ളം വീത്തില്ലെങ്കിൽ ഇവന്മാരൊക്കെ തത്തു. രാവിലെ വെള്ളം വീത്തി എന്നിട്ട് ഇരിക്കണുണ്ടോ. ഇത് ഹാങ്ങിങ് പ്ലാന്റിൻ്റെ. ഇതൊരു എന്ത് കളർ, നീല കളർ പോലത്തെ ഒരു പൂ പൂക്കുന്ന. പിന്നെ എൻ്റെ ഓർക്കിഡ്. അവരെയൊക്കെ ഞാൻ പല വീഡിയോസിലും നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഓർക്കിഡിന് ഞാൻ സ്പ്രേ ചെയ്യാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്
അങ്ങനെ ആ വെള്ളം തിളച്ചിട്ടങ്ങ് പോകും. വീണ്ടും ആ ഓസ് പണി തന്നു ഒടിഞ്ഞെന്ന് തോന്നുന്നു. വേണ്ട, നല്ല രീതിയിൽ ഒന്ന് വെള്ളം നനച്ചു കൊടുക്കും. എനിക്കിപ്പോൾ എപ്പോഴും നിൽക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ഫാസ്റ്റ് നനച്ചു കൊടുക്കുന്നത്. ഇതൊക്കെയാണ് എൻ്റെ ഏകദേശം ഒരു ബിസിനസ് പ്ലേസ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കണ്ട, ഈ സ്ഥലത്തു നിന്നൊക്കെയാണ് എത്ര പേര് ഇവിടെ ഇരുന്നാണ് നമ്മുടെ കുറേ ഈ പ്ലേസിൽ ഇരുന്നിട്ട് പോയവരാണ്. പീജിനോർക്ക് ഒത്തിരി എന്ന് പറഞ്ഞാൽ ഡെയിലി ഒരു 10-15 എണ്ണമെങ്കിലും സെയിൽ നമുക്ക് ഉണ്ടായിരുന്നതാണ്. ഡോവ് ഓർച്ചിഡ്, ഡോവല്ല പീജിൻ, ഡോവ് ഉണ്ട് നമുക്ക് സെയിലിന്. ഡോവ് പക്ഷേ നമുക്ക് വീഡിയോ ഇട്ട സമയത്ത് ഒത്തിരി സെയിൽ നടന്നു. പക്ഷേ ഇപ്പോൾ അതിന് ഡിമാൻഡും ഉണ്ട്. പക്ഷേ നമുക്ക് കയ്യിൽ സാധനം ഇല്ലാത്തൊരു വലിയ നഷ്ടം മാത്രമേ ഉള്ളൂ. അത് കയ്യിലിപ്പോൾ സാധനം വളരെ കുറവാണത്. അത് ഇത്തിരി ആയി വരാനൊക്കെ താമസിക്കും. ഇനി നമുക്ക് ഉള്ളിലേക്ക് പോകാം. ഓക്കെ, അടുത്ത് നമുക്ക് വെള്ളം ഇതിന് അകത്തോട്ട് കയറിയിട്ടുണ്ട്. ഇത് ഗാർഡൻ്റെ അകത്താണ്. ഇവിടെ ഉണ്ടാകും. ഇതിനൊക്കെ ഞാനിങ്ങനെ തറയിൽ കുറേ ചെടി നട്ടിട്ടുണ്ടാകും. ആകപ്പാടൊരു വെള്ളപ്പൂ ഉണ്ട് ഈ സമയത്ത്. ഇടയ്ക്ക് വേറെ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. വെള്ളപ്പൂ, ഇത് നമ്മുടെ ഡോവ് ഓർച്ചിഡാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒത്തിരി സെയിലുണ്ടായിരുന്നു പറഞ്ഞാൽ. ഇത് ഇന്നാണ് കഴിഞ്ഞ എന്തോ തിങ്കളാഴ്ച ഇതിന് സെയിലുണ്ടായിരുന്നു. ഇത് പിന്നെ ഇതിനെ മുട്ട് വന്നത് ഇപ്പോഴാണ് ഞാൻ കാണുന്നത്. ഇത് നമ്മുടെ ഇതിൻ്റെ പേരൊരു വെള്ളപ്പൂ ഉണ്ടല്ലോ, നമ്മുടെ എന്തോ ബൊക്കെ എന്ന് പറയും. പേരിപ്പം കിട്ടും അപ്പോൾ പറയാം. അടുത്ത് ഇത് നമ്മൾ ഇന്നാളൊരു കടയിൽ നിന്ന് മേടിച്ച് കുറച്ച് പുതിയ ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട്. ഇതൊക്കെ ഇപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഇവിടെ എപ്പോഴും ഇവിടെ നിൽക്കാറില്ല. അതുകൊണ്ട് എനിക്കിപ്പോൾ ഇവിടെ വല്ലാതെ കെയർ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഫുള്ള് റബ്ബറിൻ്റെയൊക്കെ ഉണ്ടാകും. മുകളിൽ റബ്ബറൊക്കെ ഉണ്ടാകും. റബ്ബറിൻ്റെ ഇലയൊക്കെ ഇവിടുന്ന് ഫുള്ള് ഒരുമാതിരിയായിട്ടുണ്ട്. ഇതിൻ്റെ പേര് കിട്ടി. ബ്രൈഡൽ ബൊക്കെ എന്ന് പറഞ്ഞ ചെടിയാണിത്. അങ്ങനെ പൂ വന്നിട്ടുണ്ട്. ബ്രൈഡൽ ബൊക്കെ 2 വെറൈറ്റി ഉണ്ട്. നല്ല ഗ്രീൻ ലീവ്സ് വരുന്നതുകൊണ്ട് നമ്മൾ ചെറിയ ഷെയ്ഡ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇനിയിപ്പം ഉടനെ കുറേ പൂ കാണാം. ഇത് ഞാൻ അറിഞ്ഞില്ല. പക്ഷേ ഇത്ര ദിവസം വെള്ളം വീത്തിയിട്ടാറില്ല. എന്നെ വീഡിയോ എടുത്തപ്പോഴാണ് കണ്ടത്. പിന്നെ നിങ്ങൾ വെള്ളം വീത്തുമ്പോൾ ഇങ്ങനത്തെ കാട് പിടിച്ച് കിടക്കുന്നവരെ സൂക്ഷിക്കുക. പാമ്പ് അങ്ങനത്തെ സംഭവങ്ങൾ കയറിയിരിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ. ഒന്നാമത് നമ്മൾ ചെറുതായിട്ട് വെള്ളം വീത്തുമ്പോൾ അതിൻ്റെ ഒരു തണുപ്പും, പിന്നെ അല്ലാതെ ഇവിടെ കരിയിലൊക്കെ വിഴുന്ന് കിടക്കുന്നുണ്ട്. കുറച്ച് സൂക്ഷിക്കുക. പിന്നെ വേറൊരു പൂവുണ്ട് ഇവിടെ. ഇതെന്തൊരു പ്ലാന്റിന് പേരെന്ന് എനിക്കറിഞ്ഞൂടെ. നമ്മളടുത്തുനിന്ന് വാങ്ങിച്ചാണ്. ഇനി അടുത്ത് അയ്യോ, ഞാൻ രാവിലെ വെള്ളം കൊടുത്തതാണ്. എന്നാലും ഉണ്ടാവും ആടിക്കിടക്കണം. പാവം, നല്ല പൂവായിട്ട് നിൽക്കുന്നത്. ഇതിന് വാൽസ് പേരൊന്നും പറഞ്ഞ് ഞാൻ കഷ്ടപ്പെടുന്നില്ല. അടുത്ത തെറ്റി. ഇത് പലർത്തുനിന്ന് ഞാൻ കൊണ്ടുവന്ന തെറ്റികളാണ്. പല തെറ്റിയുടെ ഒരു 8 കളറായിട്ട് എൻ്റെ കയ്യിലുണ്ടെന്ന് തോന്നുന്നു. ഇത് മഞ്ഞ, നമ്മുടെ ഇത് ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ മഞ്ഞയാണ്. ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ മഞ്ഞയാണ്. ഇത് കണ്ട, അതിന് വെള്ളം കൊടുത്തു. ബ്രൈഡൽ ബൊക്കയിൽ വേറൊരു കളർ ഉണ്ടെന്ന് പറഞ്ഞില്ല. ഇതാണ് കേട്ടോ ബ്രൈഡൽ ബൊക്കയിൽ വേറൊരു ലീവ്സ് വെറൈറ്റി വരുന്ന സംഭവമാണ്. ബ്രൈഡൽ ബൊക്കെ എന്ന് പറഞ്ഞൊരു കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ആ കടയിൽ നിന്ന് എനിക്ക് വാങ്ങുന്ന ചില ഡൗട്ടുണ്ട്. കാട്ടാക്കടയിലൊരു കടയാണ്, എടുത്ത് പറയുന്നില്ല. ആ കടയിൽ നമ്മൾ ഇടയ്ക്ക് ഒരെണ്ണം ഞാൻ ആമ്പൽ വാങ്ങിച്ചായിരുന്നു. ഇത് ഇവിടെ കിടക്കുന്ന ഇതിപ്പോൾ ആമ്പൽ തന്നെയാണ്. ഞാൻ ആമ്പൽ എന്ന് പറഞ്ഞ് വാങ്ങിച്ചപ്പം വേറൊരു ചെടിയാണ് തന്നത്, കുഞ്ഞു പൂ പൂക്കുന്നത്. എന്നിട്ട് പറഞ്ഞാൽ അത് പലാകണം നടന്നതെന്ന്. അത് പറഞ്ഞ കാര്യമല്ല. ഇനി എന്തായാലും അത് പോയി. അപ്പോൾ അതുപോലത്തെ ആ കടയിൽ നിന്ന് വാങ്ങിച്ചാണ്. എനിക്കതും ഡൗട്ടാണ് ഇനി അത് വേറെ വല്ലതാണോ. പിന്നെ അടുത്ത് ഇവിടെ നിൽക്കുന്ന ഈ ചെടികളാണത്. കുറച്ച് വാട്ടർ പ്ലാന്റ്സ് ഉണ്ട്. വാട്ടർ പ്ലാന്റ്സിൽ ഇതിൻ്റെ പേര് ഇതിൽ വാട്ടർ ബാമ്പു നിൽപ്പുണ്ട്. നമ്മൾ ലക്കി ബാമ്പു അല്ല, വാട്ടർ ബാമ്പു എന്ന വേറൊരു ചെടിയാണ്. പിന്നെ അടുത്ത് റോസിൽ വെള്ളപ്പൂ പൂത്തിരിക്കുന്നതാണ്. അയ്യോ, പിന്നെ നോക്ക് എൻ്റെ ഹെലിൽ ഓപ്പോസിറ്റ് അവിടെ വാടിക്കിടക്കണം. രാവിലെ തന്നെ വെള്ളം വീത്താൻ ഒന്ന് കുറേ വർക്കൊക്കെ കോളേജ് വയ്ക്കാറുള്ളതുകൊണ്ട് ഇവിടെ നിന്ന് ഞാൻ പെട്ടെന്ന് നനച്ചിട്ട് പോയതാണ്. അതുകൊണ്ട് അതിന് കറക്റ്റ് വെള്ളം കൊടുക്കാൻ എനിക്ക് പറ്റിയില്ല. കുഴപ്പമില്ല, നാളെ വന്ന് വെള്ളം തരാതെ കുറച്ച് സമയത്ത്. പണ്ടൊന്നും ഞാൻ ചെടി അങ്ങനെ നോക്കിയൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇപ്പോൾ നോക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷവും. അവർ രാവിലെ എഴുന്നേറ്റ് നമ്മൾ ആഹാരം കഴിക്കുന്നതിന് അവർക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഒരു സന്തോഷം. പണ്ട് കൂടുതൽ ഞാൻ യാത്രകൾ നടന്നു ചുറ്റുമുള്ളവരെ നോക്കിയില്ല. പക്ഷേ ഇപ്പോൾ അടുത്തുള്ളതിനെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പലതിനെയും കാണാതെ നമ്മൾ പോവുകയാണ്. ഞാനും യാത്ര എനിക്ക് ഇഷ്ടമാണ്. എന്നാലും ഇപ്പോൾ ഞാൻ യാത്രയൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വീട്ടിലിങ്ങനെ ഇരുന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്തങ്ങിരിക്കും. അടുത്ത് അങ്ങറ്റത്ത് കുറച്ച് ഇതിനൊക്കെ അങ്ങ് നടന്നു പോകാൻ വയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളം അടിക്കുന്നത്. എന്താ ഇത് അതിൻ്റെ വെള്ളയാണ്. നേരത്തെ ഉണ്ടല്ലോ ഒരു ചുവപ്പ് പോലെ വരുന്നത്, അതിൻ്റെ ചെറിയ വെള്ളയിൽ ഷെയ്ഡ് വരണത്.
ഇത് നല്ല ഭംഗിക്ക് വേണ്ടി ഒത്തിരിയൊക്കെ നട്ടിരുന്ന നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ചെടിയാണ്. പക്ഷേ വീട്ടിൽ നമ്മൾ പുറത്തൊക്കെ നട്ടിരുന്ന കാട് കയറി കഴിഞ്ഞാൽ ഫുള്ള് ബോറാവും. പിന്നെ ഈ സ്റ്റാൻഡ് നമ്മളിവിടെ ഒരു സ്റ്റാൻഡ് അടിച്ചിരിക്കുന്നുണ്ട്, മുകളിൽ റൗണ്ടായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ ബ്രൈഡൽ ബൊക്കെ വാങ്ങിച്ച സമയത്ത് പടത്തി വിടാൻ വേണ്ടി ചെയ്തതാണ്. അപ്പോൾ അത് പടത്തി വിടാൻ വേണ്ടി തന്നെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുള്ളൂ. അവിടെ ഒരു ബ്രൈഡൽ ബൊക്കെ നട്ട് വെച്ചിട്ടുണ്ട്. അത് 3 നമ്മളെ ഇരിപ്പുണ്ട്. ഒരെണ്ണം ഞാൻ തന്നെ ഇടയ്ക്കൊരു സംഭവം വെച്ച് ഞാൻ ഒരു ഇത് ചെയ്യുന്നത് കാണിച്ചായിരുന്നു, എന്തോ റൂട്ടിൻ ഹോർമോൺ വെച്ച് അത് വെച്ച് ഞാൻ പൊടിപ്പിച്ചതാണ് അതിൻ്റെ ഒരു തൈ. പിന്നെ ഇത് ഞാൻ ഇതിൻ്റെ മാത്രം ഒരു പ്രത്യേകം വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ വെള്ളം നനയ്ക്കുന്നത്. ഇതിൻ്റെ പേര് നമ്മൾ കല്യാണ സൗകര്യം എന്ന് പറയും. നല്ല മണമാണിത്. എനിക്ക് നല്ല മണം എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ എടുത്ത് നമ്മൾ കായ നിന്നപ്പോഴും വീണ്ടും നട്ട് വെച്ചതാണ്. ഇതിൻ്റെ മണം എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളതുകൊണ്ട്. പിന്നെ എൻ്റെ ഗാർഡൻ്റെ നടുക്ക് ഒരു ചെറിയൊരു പൗണ്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ഒന്ന് കുറച്ച് വെള്ളം കൊടുക്കാം. കാര്യം കുറച്ച് ദിവസമായില്ലേ വെള്ളം വെയിലായതുകൊണ്ട് വെള്ളം കുറച്ച് വേണം ഇതിന്. ഇതിലുള്ള ഏകദേശമൊക്കെ നല്ല സെയിലിന് ടൈപ്പായിട്ടുള്ള നല്ല വലുതായിട്ടുണ്ട്. കാരണം ഞാൻ എൻ്റെ പഴയ വേറൊരു ടാങ്ക് ഉണ്ട് എനിക്ക് അമ്പലം കിട്ടിയിട്ടുള്ളത്. പക്ഷേ അതിലാണെങ്കിൽ അത്ര വെയിലില്ല. അതുകൊണ്ട് അവിടെ പെട്ടെന്ന് ഇല വലുതാവേയില്ല. കൊറിയർ അയക്കുമ്പോൾ എനിക്ക് കയ്യിൽ സ്റ്റോക്ക് കുറവാണെങ്കിൽ അത്ര വലിയ പ്ലാന്റ് അയക്കാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷേ ഇനി എനിക്ക് ഇത്തിരി ആവശ്യത്തിന് വലിയ പ്ലാന്റ് അയക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. കണ്ട ഇതിൻ്റെയൊക്കെ ഇല ഏകദേശം വലുതായിട്ടുണ്ട്. എല്ലാം സൈസായ പ്ലാന്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ മഞ്ഞയും ഉണ്ട്. ഞാൻ ടൈൽസ് വെച്ചിട്ടുണ്ട് മാറിപ്പോകാതിരിക്കാൻ വേണ്ടി. മഞ്ഞ ആമ്പലുണ്ട്. പിന്നെ ഇതൊക്കെ വയലറ്റ്. ഇത് വന്നിട്ട് പിങ്കിൻ്റെയാണ്. പിങ്ക് നമ്മളൊരു പ്ലീച്ച് കളറൊക്കെ വരുന്ന ആ ടൈപ്പാണ്. പിന്നെ ഇത് നമ്മളതിൻ്റെ നടുക്കുള്ള കാര്യങ്ങൾ. പിന്നെ അതിന് സൈഡിലുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് അതിനും കൂടെ എടുത്തുകൊണ്ടിരിക്കാൻ സമയമില്ല. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ കിടക്കുന്ന ചവറൊക്കെ വാരി കളയുകയാണ് അടുത്ത എൻ്റെ പണി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുഞ്ഞു കാര്യങ്ങൾ പറയാനാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ. എന്നാലും ഞാനൊന്ന് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് രണ്ടുപേരൊക്കെ ഒന്ന് കാണട്ടെ എന്ന് വിചാരിച്ചിട്ടതാണ്. അപ്പോൾ ഇതുപോലെ മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ദിസ് ഈസ് അരുൺ സൈനിങ് ഔട്ട്.